ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. സൺഡേ സാധാരണ സൺഡേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കുറച്ച് നേരം കിടന്നിട്ട് പിന്നെ ഇങ്ങനെ ആക്കുമ്പോൾ പണിയെടുക്കും. ഇന്ന് നമ്മൾ ഫുള്ള് ക്ലീനിങ്ങും അലക്കലും ഒക്കെ കഴിഞ്ഞ് കുക്കിംഗ് മാത്രമേ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. സ്പെഷ്യൽ എന്നല്ല, നമ്മുടെ ഇടയ്ക്ക് ഉണ്ടാക്കണം ബിരിയാണി, സിമ്പിൾ ബിരിയാണി. അപ്പോൾ എന്താ പറയുക, അതിനുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാണ്. എന്നിട്ടാണ് പോണത് ബഡ്ജറ്റ്. നമ്മൾ ബഡ്ജറ്റ് പോയിട്ട് നമുക്ക് സാധനങ്ങൾ ബിരിയാണിക്ക് മാത്രമല്ല ഒരു സാധനങ്ങളും ഇവിടെ. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം. ചിക്കൻ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി വെട്ടി വെച്ചിട്ടുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് അടിപൊളി ബിരിയാണി എന്നല്ല, സിമ്പിൾ ബിരിയാണി, സിമ്പിൾ തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അപ്പോൾ ആരൊക്കെയാണ് പോണത്? ഞാനും റിന്നു. നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആരെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്? പെട്ടെന്ന് നോക്കുവോ? അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് റിന്നുവിനാണ്. ഓള് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാൻറ്റിൽ എന്തോ ഒരു കറ, അപ്പോൾ ആ പാൻറ്റ് മാറ്റി വേറെ ഡ്രസ്സൊക്കെ ഇട്ട് ഓള് റെഡിയായി. അങ്ങനെ ഞങ്ങൾ ബഡ്ജറ്റിലേക്ക് പോയി. ബഡ്ജറ്റിലെത്തി. അങ്ങനെ ഓരോരോ സാധനങ്ങൾ, വെജിറ്റബിൾസ് ഓരോന്നോരോന്നെടുത്ത് വെച്ചു. അങ്ങനെ വേണ്ടതൊക്കെ പർച്ചേസ് ചെയ്തു. അതിൻ്റെ ഇടയിൽ നൈനൂക്ക് അവിടെ കണ്ടത് മൊത്തം വേണം, അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ചൊക്കെ നമ്മൾ വാങ്ങിക്കൊടുത്തു. കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ കുറേ വാങ്ങിക്കൊടുത്തില്ല. പിന്നെ എന്താ പറയുക, അവൾക്ക് എന്താണ് മാജിക് ബുക്ക്, കളർ ബുക്ക്, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ, ക്രാഫ്റ്റ് ഐഡിയാസിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒക്കെ വേണം. വേണ്ട എത്രത്തിനാ? മാജിക് ബുക്ക്. പിന്നെ സോപ്പും അങ്ങനത്തെ സംഭവങ്ങൾ, പെർഫ്യൂം അങ്ങനത്തെ കുറേ കണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ നോക്കണുള്ളൂ കേട്ടോ. അത് പക്ഷേ എടുത്തില്ല. ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഫറിൽ ഉള്ളതുണ്ട് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അത് കുറേ വാങ്ങി. വിവലിൻ്റെ 3 എണ്ണത്തിന് ഓഫർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പെർഫ്യൂം, പിന്നെ അവിടെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ ഓഫറുകൾ കണ്ടപ്പോൾ അതൊക്കെ വാങ്ങി. അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തതിന് ശേഷം ബില്ലാക്കുന്നതിന് മുമ്പ് അവിടെ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു താത്ത ഒന്ന് വേണ്ടി ബിസ്ക്കറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം, ഫോട്ടോ എടുക്കട്ടെ കുട്ടികളോട് ചോദിച്ചാൽ ആയിക്കോട്ടെ കാരണം. അങ്ങനെ പിന്നെ ബിസ്ക്കറ്റൊക്കെ ഒരു ടേസ്റ്റ് ചെയ്യണ ഫോട്ടോ ഒക്കെ അതെടുത്തു രണ്ടാമതും. പിന്നെ എനിക്കും തന്നെ ടേസ്റ്റ് ചെയ്യാൻ എന്താ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ബിസ്ക്കറ്റ് പിന്നെ ഞങ്ങൾ വാങ്ങി ടേസ്റ്റ് ചെയ്തപ്പോൾ രസമുണ്ട്, അപ്പോൾ അതും വാങ്ങി. അങ്ങനെ ബില്ല് ചെയ്ത് പിന്നെ വീട്ടിലേക്ക് എത്തി. റിന്നുവിന് ഉറക്കം വരാനാണ് പോയി കിടക്കുന്നത്. നേരൊക്കെ വിശക്കാന്ന് പറയുന്നത് നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം. അതിന് മുമ്പ് വിശപ്പിന് നമുക്കൊരു മരുന്ന് വേണ്ടേ. അപ്പം എന്താ വണ്ടി ശരിക്കും വേണ്ടത് മുന്തിരി. നമ്മൾ മുന്തിരി കഴുകി കൊടുക്കാം. കുക്കിങ്ങിലോട്ട് കിടക്കാം. മുന്തിരി അപ്പം മുന്തിരി കഴുകി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബാക്കി പരിപാടി ചെയ്യാം. നമുക്ക് മുന്തിരി കിട്ടി, ഹാപ്പി ആയില്ലേ? വർത്താനം പറഞ്ഞാൽ നമ്മളെ കുക്കിംഗ് നടക്കൂല. അപ്പം നമുക്ക് ചിക്കൻ പൊരിക്കാം ആദ്യം. ഇത് റിന്നുക്ക് പച്ചരി അല്ല, ഇത് റേഷൻ ബിരിയാണി കിട്ടുന്ന പച്ചരിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ബിരിയാണി വെക്കാൻ പോകുന്നത്.
കഴിഞ്ഞിട്ട് മസാല ഉണ്ടാക്കിയിട്ട് രണ്ടും മിക്സ് ചെയ്യണം. അതാണ് എൻ്റെ ബിരിയാണി. വലിയ പണിയൊന്നുമില്ല, കാണാനും വലിയ ഗുമ്മൊന്നും ഉണ്ടാവില്ല, പക്ഷെ ടേസ്റ്റ് എത്ര ടൈമില്ല എന്നാലും കുറച്ച് ടൈം കുടിച്ചോളൂ. അങ്ങനെ വരുമ്പോൾ കറക്റ്റിന് ഫുഡ് ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരി ബിരിയാണിക്കുള്ള തൈര് ഉണ്ടാക്കണം. പിന്നെ ബിരിയാണിക്ക് ഉണ്ടാക്കി വല്ലുള്ളി നമുക്ക് കുറച്ച് ഇതെടുക്കാം. പിന്നെ വേണ്ടത് കക്കിരിക്ക ആൻഡ് ക്യാരറ്റ്, അത് കഴിക്കട്ടെ കേട്ടോ. ബിരിയാണി വെക്കാൻ വലിയ പാത്രങ്ങളൊന്നും എൻ്റെ അടുത്തില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ചിക്കൻ പൊരിച്ചല്ലോ, ആ എണ്ണയിൽ തന്നെ ഉള്ളിയും തക്കാളിയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റും ഒക്കെ മസാല അതിലിടും. ചീനിച്ചട്ടിയിൽ മസാല ആക്കിയിട്ട് പൊടികളും ഒക്കെ ഇട്ടിട്ട് അത് മാറ്റി വയ്ക്കും. അതിന് ശേഷം പിന്നെ ചിക്കന് പൊരിച്ചത് ചെറിയൊരു സ്റ്റീലിൻ്റെ ചെമ്പൻ്റെ അടുത്തുള്ള, അപ്പോൾ ആ സ്റ്റീലിൻ്റെ ചെമ്പക്ക് ആദ്യം ഞാൻ ചിക്കൻ ഇറക്കി വയ്ക്കും, ചിക്കൻ അയക്കിടും. പിന്നെ ഈ മസാല ഇട്ട് തൈരിട്ടിട്ട് പിന്നെ ചോറ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കല്. അപ്പോൾ പിന്നെ അതിൻ്റെ മുമ്പ് എന്താണ് ദമ്മിടാൻ വേണ്ടിയിട്ട്, ദമ്മെന്നല്ല കുറച്ച് ഉള്ളി വിചാരിച്ചു, ഉള്ളി പൊരിച്ചു. പിന്നെ അതിൽ തന്നെ അണ്ടി മുന്തിരിയൊക്കെ കുറച്ചിട്ടിട്ട് അതൊക്കെ പൊരിച്ചെടുത്തു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റീലിൻ്റെ ചെമ്പിട്ടെടുത്തിട്ട് ചിക്കനും മസാലയും തൈരും അതിക്കിട്ടിട്ട് പിന്നെ ചോറ് ഇങ്ങനെ മിക്സ് ചെയ്തിടൂല, ചോറിട്ടു. അതിന് ശേഷം പിന്നെ പൊരിച്ച ഉള്ളിയും ചപ്പും പുതിന അതും ഒക്കെ ഇട്ടിട്ട് ഒരു ദമ്മ് പരിവാക്കി. അതിന് ശേഷം ചെറിയ തീയിലൊരു 10 മിനിറ്റ് അരമണിക്കൂർ അങ്ങനെ അരമണിക്കൂറിന് ശേഷം പിന്നെ നമ്മളിത് തുറന്നു. ഇത് ബിരിയാണിയാണോ അതിനെന്താ പേരൊന്നും അറിയില്ല, ഞാനിങ്ങനെ ഉണ്ടാക്കല്ലേ. ഇതിന് ഞാൻ നെയ്യ് ഇട്ടിട്ടില്ല, ഡാൽഡ അങ്ങനത്തെ RKG അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ല, സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കിയതാണ്. പിന്നെ അങ്ങനെ ബിരിയാണിക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിലുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കല്. ഇത് റേഷൻ പിടിയത്തെ അരിയാണേനോ, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവലുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ വിശന്നിട്ടുണ്ടായിരുന്നു, കുറേ സമയം 2 മണി ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വിശക്കുണ്ടായിരുന്നു, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഞാനിപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വിളമ്പിന്. പണ്ട് ഞങ്ങൾ തറവാട്ടിലായിരുന്നു ഇങ്ങനെ ഒരു വിളമ്പിയൊരു ഓർമ്മ, അപ്പോൾ അതിൻ്റെ ഓർമ്മക്ക് വേണ്ടിയിട്ട് ഇന്നിങ്ങനെ ഒന്ന് വിളമ്പി വെക്കി. കുട്ടികൾക്ക് ഉണ്ടാക്കും ചെറിയൊരു പാത്രത്തിലും, ഞങ്ങൾക്ക് രണ്ടാക്കും സാധാ ഒരു ചോറ്റും പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ വിളമ്പി. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പറയൂ, അഭിപ്രായം പറയൂ. എൻ്റെ ഒരു മുതലാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബൈ.